ജില്ലാ പഞ്ചായത്ത് എല്ലാ പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും നമ്മളാണ്. ഈ പട്ടിയാണ് ഈ പട്ടി തല്ലിനാൻ കണ്ട കുറച്ച് തല്ലിനാൻ ഭരണത്തിൽ വരും കാണിച്ചാ പോലീസോ തീവ്രവാദികളോ അതാ ചോദിക്കട്ടെ. ഞാൻ മാന്യമായി നീയല്ല വലിയ ഇഷ്ടപ്പെടുന്നില്ലേ? മാന്യമായിട്ടുള്ള സമരം കിട്ടുന്നതല്ല, മാന്യമായിട്ടുള്ള സമരം സമരം ചെയ്യാവുന്നതാണ്. ഈ സമരം എന്ന് പറയപ്പെടുന്നത് പോലീസ് സംവിധാനത്തിൽ ഇഷ്യൂസ് ഉണ്ടായാൽ പോലീസ് സംഘടിക്കാറില്ലേ? ഈ പറയപ്പെടുന്ന NGOസിന്റെ ആളുകൾ സംഘടിക്കാറില്ലേ? ഞങ്ങളെയൊക്കെ ഉറ്റവരാണ് മരണപ്പെട്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് അറിയപ്പെടുന്ന കുടുംബത്തിലെ ഞങ്ങളെ കൂടെ സംഘടനാ പ്രവർത്തനം നടത്തുന്നവർ ഇന്ന് ഞങ്ങളെ കൂടെയില്ല. അവർക്ക് ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള ഈ പോരാട്ടം, അവർക്കൊന്ന് തല ചായ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടമാണ്. ഈ പോരാട്ടത്തിൽ നിങ്ങളൊന്ന് നോക്ക്, ഞങ്ങൾ മാന്യമായി സമരം ചെയ്തവരല്ലേ? അവന് എന്നെ അറിയുന്ന ഒരു പേരെടുത്തിട്ട് അവനെ തല്ലടാ കൊല്ലടാ എന്ന പോലീസ് പറയുന്നത് അവന് ഞാൻ കാണും, കണ്ടിട്ട് ഞാൻ അത് നീ എന്റെ പേര് ഞാൻ വിഷയം തീർന്നു പറഞ്ഞ ആളാണ്. എനിക്ക് വിഷയം തീർന്നറിയാം. എന്റെ സഹപ്രവർത്തകരാണ്. ചിരിച്ചുകൊണ്ട് തല്ല, രാത്രി വീഴ്ച അടിക്കുക. എന്റെ അടിക്കുക. നിങ്ങൾ 100 പേര് തല്ലുമ്പോ ഓട് നാളെന്ന് വിരിച്ചോ? നീ മേത്തോ, ഞാൻ പോകും. സൈഫുദ്ദീൻ, യൂത്ത് കോൺഗ്രസിന്റെ മാർച്ചിൽ ഇപ്പൊ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റാണ്. എന്താ സംഭവിച്ചത്? ഞങ്ങൾ വളരെ സമാധാനപരമായി നടത്തിയ മാർച്ച് പോലീസ് അതിക്രൂരമായി ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. തെരഞ്ഞ് യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരെ ആക്രമിക്കുന്ന ഒരു സാഹചര്യമാണ്. 1 2 വാണിംഗ് തരാതെ 10 12 തവണ ഇതാ നോക്കുന്നത്. പോലീസോടെ ഇവിടുത്തെ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരെ അതിക്രൂരമായി മർദ്ദിക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത്. ഞങ്ങൾ ഇവിടുത്തെ സംസ്ഥാന സർക്കാരിന്, ഇവിടെ കേന്ദ്ര സർക്കാരിന് എതിരെയല്ല ഞങ്ങൾ സമരം ചെയ്ത്. മുണ്ടക്കൈയിലെ ജനങ്ങൾക്ക് നീതി ലഭിക്കണമെന്ന് ഞങ്ങൾ പറയുമ്പോൾ ഇവിടുത്തെ പോലീസിന് എന്താണ് ക്രിമിനടി എന്നാണ് യൂത്ത് കോൺഗ്രസ്സുകാരോട് ചോദിക്കാനുള്ളത്. ഞങ്ങളെ ഒരുപാട് അടിച്ച് നിങ്ങൾ ഒതുക്കാമെന്ന വിചാരമെങ്കിൽ യാതൊരു തർക്കവും വേണ്ട. അവസാന യൂത്ത് കോൺഗ്രസ്സുകാരന്റെ ചോര വീണതിന് ശേഷമേ ഈ സമരത്തിൽ ഞങ്ങൾ പിരിഞ്ഞു പോകുള്ളൂ. ഇപ്പോൾ നമ്മൾ കാണുന്നത് അദ്ദേഹത്തിന്റെ പുറമാണ്. ഒരു വ്യക്തിയുടെ പുറത്തുള്ള ഇതാണ്. അത്ര നേരം നിന്ന് മർദ്ദിക്കുക എന്നത്, ആളുകളെ പിരിച്ചുവിടുക എന്നതിനപ്പുറം മറ്റു പലതും ഉണ്ടായിരുന്നു ഉദ്ദേശമെന്ന് നമുക്ക് തോന്നുന്ന വിധത്തിലാണ് ആളുകൾക്ക് പരിക്കുള്ളത്. പരിക്കേറ്റ ആളുകൾക്ക് നിരവധി പരിക്കാണ്. അതായത് ഒരു മനുഷ്യനെ തന്നെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ടായിരുന്നു. അതിനുമാത്രം പ്രകോപനം നമ്മൾ എന്തായാലും ദൃശ്യങ്ങളിൽ കണ്ടിട്ടില്ല. നമുക്കേതായാലും പോലീസിന് ഇത്രമാത്രം ക്രൂരമായി മർദ്ദിക്കേണ്ട വിധം ഒരു പ്രകോപനം പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. പോലീസിന്റെ ലാത്തിച്ചാർജ് ഉണ്ടായിരിക്കുന്നു എന്നതിനപ്പുറം അതിക്രൂരമായ മർദ്ദനം ഉണ്ടായിരിക്കുന്നു എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. സൈഫുദ്ദീൻ, ജനപ്രതിനിധികളെ തല്ലിയിരിക്കുന്നത്
ജനപ്രതിനിധികൾ തല്ലിച്ചതച്ചിട്ടുള്ളത് എന്ത് കടു നായത്ര തെമ്മാടിനെ പോലീസാണ് ചെയ്തിരിക്കുന്നത്. പാവങ്ങൾക്ക് മുണ്ടക്കൈയിലെ ചൂരങ്ങൾ